ചെറുതാഴം പഞ്ചായത്തിലെ കോക്കാട് പാണച്ചിറ റോഡ് നവീകരണ പ്രവൃത്തിക്ക് 66,50,000 രൂപയുടെ ഭരണാനുമതിയായി. ഡിസംബറിൽ നടക്കുന്ന കോക്കാട് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ടത്തിന്റെ പ്രാധാന്യവും കൂടി പരിഗണിച്ചാണ് റോഡ് നവീകരണത്തിന് ഫണ്ട് അനുവദിച്ചതെന്ന് എം വിജിൻ MLA പറഞ്ഞു. 1250 മീറ്റർ നീളത്തിലുള്ള റോഡ് നിലവിലുള്ള 3 മീറ്റർ വീതിയിൽ നിന്നും 4 മീറ്റർ വീതിയിൽ ടാറിംഗ് ചെയ്യും. സംരക്ഷണ ഭിത്തിയും ഗാർഡ് സ്റ്റോണും നിർമ്മിക്കുന്നതിനോടൊപ്പം സംരക്ഷണ ഭിത്തിയുടെ മുകളിൽ കോൺക്രീറ്റ് ബെൽറ്റും നൽകി ബലപ്പെടുത്തും. ഡ്രൈനേജ് നിർമ്മിച്ച വെള്ളക്കെട്ടുള്ള 330 മീറ്റർ ഭാഗം റോഡ് ഉയർത്തി ടാറിംഗ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. 66.50 ലക്ഷം രൂപയുടെ ഭരണാനുമതിയാണ് റോഡിന് ലഭിച്ചത്. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് മുഖേനയാണ് പ്രവൃത്തി നടത്തുക. പ്രവൃത്തിയുടെ ടെൻഡർ നടപടികൾ വേഗത്തിൽ പൂർത്തീകരിച്ച് പ്രവൃത്തി ആരംഭിക്കുന്നതിനുള്ള നിർദ്ദേശം ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന് നൽകിയതായി എം വിജിൻ MLA പറഞ്ഞു. 66 ലക്ഷം രൂപയുടെ ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മിനിസ്റ്ററുമായി സംസാരിച്ചു. ഇന്നലെ ആ തുക പൂർണ്ണമായും അനുവദിച്ച് നൽകി. അതിന് AS കിട്ടി. 66 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ഡിസംബർ മാസത്തോടുകൂടി നമുക്കറിയാം കോക്കാട് മുച്ചിലോട്ട് ഉൾപ്പെടെ പെരുങ്കളിയാട്ടം വരികയാണ്. അതിന് മുന്നോടിയായി തന്നെ ഈ പദ്ധതി പൂർത്തീകരിക്കണമെന്നാണ് തീരുമാനിച്ചത്. ദീർഘകാലമായി ശോചനീയമായ ഒരു സാഹചര്യത്തിലാണ് റോഡ് നിൽക്കുന്നത്. പാണച്ചിറ വയലിൻ്റെ ഭാഗത്ത് കുറച്ച് ഉയരം കൂട്ടിയിട്ടാണ് റോഡ് ടാറിങ്ങിന് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. ദീർഘകാലമായിട്ടുള്ള കോക്കാട് മുച്ചിലോട് അതോടൊപ്പം തന്നെ പാണച്ചിറ മേഖലയിലൂടെ യാത്ര ചെയ്യുന്ന ഓരോ ജനങ്ങളും അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നത്തിന് പരിഹാരമാവുകയാണ്. ഡിസംബറിൽ നടക്കുന്ന കോക്കാട് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ടത്തിന്റെ പ്രാധാന്യവും കൂടി പരിഗണിച്ചാണ് റോഡ് നവീകരണത്തിന് ഫണ്ട് അനുവദിച്ചത്. പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന റോഡ് നവീകരിക്കുന്നതോടെ പ്രദേശവാസികൾക്ക് അത് ഏറെ ഉപകാരപ്രദമാകും. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.